ഷബിനൂർക്ക് പി വേനൂർ പറയുകയാണ്, ഞാൻ കൊടുത്ത തെളിവ് സൂചനകളാണ്, ബാക്കി തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അദ്ദേഹം പറയുന്നില്ല. അത് അന്വേഷണത്തിൽ വരേണ്ടതാണ്, കണ്ടുപിടിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. അഭിനൂർക്ക് നോക്കൂ, ഇവിടെ ആദ്യം ആ മരമുറി സംഭവത്തെക്കുറിച്ച് പറയുന്നു, മരം മുറിച്ച് കടത്തി ഫർണിച്ചറാക്കിയ കാര്യം പറയുന്നു, ആ ക്യാമ്പ് ഓഫീസിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ ഈ ക്യാമ്പ് ഓഫീസിനടുത്തുള്ള അയൽക്കാരി ആ സുയുദാസിൻ്റെ കാലത്താണ് മോഷണം എന്ന അയൽക്കാർ പറയുകയാണ്. ഒരു കൊലപാതകത്തെ പറ്റി പറയുന്നു അൻവർ. അതിനുശേഷം റിദാൻ ഫാസിൽ എന്ന് പറയുന്ന അയാളുടെ കുടുംബം സമാന ആരോപണം ഉന്നയിച്ച് സമാന സംശയങ്ങളുമായി രംഗത്ത് വരികയാണ്. മാമി തിരോധാനത്തെക്കുറിച്ച് പറയുന്നു, അയാളുടെ കുടുംബം ആ തിരോധാനത്തിൽ അവരുടെ കുടുംബത്തിന് സംശയമായി രംഗത്തേക്ക് വരുന്നു. CPI വയനാട് ജില്ലാ സെക്രട്ടറി മുണ്ടക്കയിലെ അജിത് കുമാർ ഇടപെടലിൻ്റെ കാര്യം പറയും. നോക്കൂ, അൻവർ എന്ന് പറയുന്ന ഒരാൾ വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ സുജിത് ദാസ് കഞ്ചാവ് കേസിൽ കുടുക്കിയ ആളുകൾ ക്രൂരമായി മർദ്ദിച്ച കാര്യം പറഞ്ഞ ആളുകൾ വരുന്നു. അബിൻ വർക്ക്, ഈ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറം കോടതി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അതിലേക്ക് യൂത്ത് കോൺഗ്രസ് പോലും ആലോചിക്കാത്തത് അബിൻ വർക്ക്? തീർച്ചയായിട്ടും ഈ ആരോപണങ്ങൾ വന്ന് ഇത് 2 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ ശ്രീ PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ പലതും വെള്ളത്തിലെ വര പോലെയായി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ശ്രീ PV അൻവർ ഇതൊരു ദിവസം രാവിലെ എന്നാൽ ഞാൻ ഈ നാടിനെ അങ്ങ് നന്നാക്കി കളയാമെന്നും ഈ ഓണമൊക്കെ വരുന്നത് കാരണം മഹാബലിക്ക് ചെയ്യാനുള്ള ജോലിയുടെ കുറച്ച് ജോലി ഞാനങ്ങ് ചെയ്ത് ഇച്ചിരി അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതൊന്നും അല്ലല്ലോ. ഇത് വളരെ കൃത്യമായിട്ട് ഹാഷ്മി, ഈ പല അധോലോക കഥകളും പുറത്തു വരുന്നത് ഈ അധോലോക സംഘങ്ങൾ തമ്മിലുണ്ടാകുന്ന ചില ചേരിപ്പോരിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ശ്രീ PV അൻവറിന് ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ബോധോദയമുണ്ടായി. അദ്ദേഹം എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതൊക്കെ രണ്ടാമത് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ശ്രീ PV അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രീ മാമി എന്ന് പറയുന്ന ആളുടെ തിരോധാനത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് ഈ CPM-ന്റെ വക്താക്കളുടെയും നേതാക്കന്മാരുടെയും തിരോധാനവും നമ്മൾ അന്വേഷിക്കണം. കാരണം ഇതിനൊന്നും മറുപടി പറയാനാവാതെ കുറെ ആളുകൾ തിരോധാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മോട്ടീവ് ഇനി പറഞ്ഞ പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ പല ചേരികളുടെ ഭാഗമായോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും വിങ്ങിൻ്റെ വോയിസായോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ മോട്ടീവ് എന്തുമായിക്കോട്ടെ, അൻവർ പക്ഷേ പറയുന്നത് എന്താണ്? അൻവർ പറയുന്നത് ദാവൂദ് ഇബ്രാഹിം മോഡലിൽ പ്രവർത്തിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ് സംസ്ഥാന പോലീസിൽ രണ്ടാമൻ ADGP എന്ന് പറയുന്ന ആൾ. അത് പറയുന്ന ഒഫീഷ്യൽ MLA ആണ്. ഔദ്യോഗികമായി നിയമസഭയിൽ ഇരിക്കേണ്ട നിയമനിർമ്മാണ സഭയിലെ ഒരു MLA പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ ഈ സുജിത് ദാസിൻ്റെ ആ ഒരൊറ്റ ഫോൺ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ സുജിത് ദാസിന് പിന്നെ ആ കസേരയിലിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് അടിയന്തരമായി പ്രതിപക്ഷം കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നില്ല? ഒരു നിയമവ്യവഹാരത്തിലേക്ക് പോകാനും മാത്രമുള്ള കാര്യങ്ങൾ അൻവർ ഇതിനോടകം പൊതുസമക്ഷം വെക്കുന്നുണ്ട്. അബിൻ, അതായത് അടിയന്തരമായി നിയമവ്യവഹാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ അൻവർ തന്നെ കുറച്ചുകൂടി തെളിവുകൾ പുറത്തുവിടേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ADGP അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് ആ കസേരയിൽ നിന്ന് മാറ്റണോ വേണ്ടിയോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ എൻ്റെ കടമ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ അൻവർ ഏത് ഘട്ടം വരെ എവിടെയാണ് കീഴടങ്ങാൻ പോകുന്നത്, ഏത് ഘട്ടത്തിൽ ഇത് അവസാനിപ്പിക്കുമെന്നുള്ളതൊക്കെ സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ അൻവറിൻ്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടേണ്ടതാണ്. നമുക്കിത് ആധികാരികമായിട്ട് തോന്നുന്ന നിമിഷം ഏതാണ് ഹാഷ്മി? ആധികാരികമായിട്ട് തോന്നുന്ന നിമിഷം ഒന്ന്, ഇദ്ദേഹം സുജിത് ദാസുമായി നടത്തിയ ഫോൺ സംഭാഷണം. ആ ഫോൺ സംഭാഷണം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. സുജിത് ദാസ് ഇതേവരെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഫോൺ സംഭാഷണം ആധികാരികമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളും ആധികാരികമാണ്. 2, അതിനകത്ത് ശ്രീ MR അജിത് കുമാറിനെ കുറിച്ചും P ശശിയെക്കുറിച്ചും ഈ ഭരണത്തെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണ്. ശ്രീ PV അൻവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, ആ പരാതി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പരാതി? അപ്പോൾ ആ പരാതി കാണാതെ PV അൻവറിൻ്റെ പേരിൽ ഞങ്ങൾ PV അൻവർ ഇങ്ങനെ പറഞ്ഞു, ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കാൻ പോയാൽ ആ ഹർജി ചിലപ്പോൾ നിയമപരമായി തള്ളിക്കിട്ടും ഹാഷ്മി. അപ്പോൾ ഇവർ പറയാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? നിങ്ങൾ കോടതി വ്യവഹാരത്തിലിട്ട് പോയി. അതാണ് നിയമപരമായ വ്യവഹാരത്തിലേക്ക് പോകണമെങ്കിൽ നികുതി അടയ്ക്കുന്ന ഈ രാജ്യത്തെ അടിസ്ഥാന പൗരന്റെ അവകാശം എന്താണ്? സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ആ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് വഴി കൂടെ പോകുന്ന ഒരാൾ പറഞ്ഞിട്ടങ്ങ് പോവല്ല. ഈ നാട് തെരഞ്ഞെടുത്ത ഈ നിയമനിർമ്മാണ സഭയിലെ ഒരു MLA പറയുകയാണ്. അതൊരു വാലിഡ് പോയിന്റ് അല്ലേ കോടതിയിൽ ഉന്നയിക്കാൻ? അബിൻ, അല്ല, ഞാൻ പറഞ്ഞത് ഹാഷ്മി തീർച്ചയായിട്ടും വാലിഡ് പോയിന്റ് ആണ്. ഈ PV അൻവർ അത് മാറ്റി പറയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ഹാഷ്മിക്കോ അറിയാമോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാലിഡ് പോയിന്റിൽ കുറേ അധികം തെളിവുകളുണ്ടല്ലോ. ആ തെളിവുകൾ ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുക്കാതെ പുറത്തേട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോകാം, നിയമവ്യവഹാരത്തിന് ഞങ്ങൾ പോകാം.
നിയമവ്യവഹാരത്തിലേക്ക് ഇത് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിവുകൾ വേണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാർഗമുണ്ട് ഹാഷ്മി, അതെന്താണെന്നറിയോ? ആ കാര്യം ഞാൻ ശ്രീ സന്ദീപ് വാര്യരോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം ഈ കേരളത്തിലെന്നുള്ളല്ല, ഇന്ത്യ രാജ്യത്തെ എന്തെങ്കിലും ഉണ്ടായാൽ മണത്തറിയുന്ന കുറെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി ഹാഷ്മി? 4 കൊല്ലമായി സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നു. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്ന് ഒരു MLA തന്നെ വന്ന് പറയുന്നു. ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ പോയി ഹാഷ്മി? അവിടെയാണ് ഇവിടെ സംശയം ഉയരുന്നത്. ആ സംശയം എന്ന് പറഞ്ഞാൽ BJP-യും CPM-ഉം തമ്മിലുണ്ടാക്കിയ അന്തർധാരയാണ്. ഈ വിഷയത്തിൽ മാസം എത്രയോ കഴിഞ്ഞു, എവിടെ?